ഷീറ്റ് മേഞ്ഞ ചെറ്റക്കുടിലാണ് പ്രായമായ 3 പെൺകുട്ടികൾ ഉൾപ്പെടെ 10 പേർ കഴിയുന്നത്. ശാന്തയ്ക്ക് പുറമെ മക്കളായ ഷാനവാസ്, പ്രീത, മല്ലിക, ഇവരുടെ ഭർത്താവ് കുഞ്ഞിരാമൻ എന്നിവരടങ്ങുന്ന കുടുംബം വർഷങ്ങളായി കഴിച്ചുകൂട്ടുന്നത് ഈ ഷെഡിലാണ്. മല്ലികയും പ്രീതയും മാനസിക അസ്വാസ്ഥ്യമുള്ളവരും. ശാന്തയ്ക്ക് കശുവണ്ടി തൊഴിലാളി എന്ന നിലയിൽ കിട്ടുന്ന പെൻഷൻ മാത്രമാണ് ഇവരുടെ ഏക വരുമാനം. 10 അംഗങ്ങൾ താമസിക്കുന്ന വീടാ. അത് മഴ പെയ്ത് ഇടിഞ്ഞു പോയി. ആളും തൂണും ആരുമില്ല, ആരും സഹായമില്ല. അവിടെ നിന്നൊരു സഹായം കിട്ടിയ ഒരു മാടം കെട്ടി തന്നാൽ ഞങ്ങൾ കഴിഞ്ഞുകൂടാ. ജോലി ചെയ്തു പോലും തരാൻ ആളില്ലാത്ത ആളുകളാണ് ഞങ്ങൾ. മഴക്കാലമായതോടെ ചോർന്നൊലിക്കുന്നതിനാൽ ഷെഡ് തകരുമോ എന്ന് ഭയന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ. വീട്ടിലെ അംഗങ്ങളുടെ പേരുകൾ റേഷൻ കാർഡിൽ ഇല്ല എന്ന കാരണത്താൽ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നു. പിള്ളേരെല്ലാം നല്ല പഠിക്കുന്ന പിള്ളേർ. അവർക്ക് വിദ്യാഭ്യാസപരമായി ഒന്നും ചെയ്യാൻ ഇരുന്ന് പഠിക്കാനും ഒന്നും ഒക്കത്തെ ഒരു സാഹചര്യം പഞ്ചായത്തിൻ്റെ ഇതിൽ നിന്ന് ഇതുവരെ ഒരു സഹായം അവർക്ക് ആശ്രയ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് അംഗവും CDS അംഗങ്ങളും വല്ലപ്പോഴും എത്തിച്ചു കൊടുക്കുന്ന ആഹാര സാധനങ്ങളും വസ്ത്രങ്ങളുമാണ് ഇവരുടെ ജീവൻ നിലനിർത്തുന്നത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ പ്രതിസന്ധിയിലായിരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.